തൃശൂരിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകി. പരിയാരത്ത് കപ്പത്തോട് 15ലേറെ വീടുകളിൽ വെള്ളം കയറി. അതിരപ്പള്ളി വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന് സംശയമുണ്ട്. പണ്ടാരംപാറ മേഖലയിൽ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ചു വന്നത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? നാശനഷ്ടം എത്രത്തോളം ഉണ്ട്? ജോയി, അതിരപ്പള്ളി വനമേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് സംശയിക്കുന്നത്. കുത്തിയൊലിച്ചുള്ള വെള്ളം ഇന്ന് പുലർച്ചെയാണ് ഈ ഒഴുകി തുടങ്ങിയത്. ചാലക്കുടി പുഴയുടെ പരിയാരം ഭാഗത്ത് കപ്പത്തോട് ഭാഗത്താണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. 15 വീടുകളിലാണ് വെള്ളം കയറിയത്. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. പണ്ടാരംപാറ മേഖലയിൽ നിന്നാണ് ഈ വെള്ളം കുത്തിയൊലിച്ചു വന്നത്. മലവെള്ളപ്പാച്ചിൽ, ശക്തമായ മലവെള്ളപ്പാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി പുലർച്ചെ 3:45 കൂടിയാണ് ഇത് ഉണ്ടായത് എന്നാണ് അധികൃതർ പറയുന്നത്. ഏതായാലും ആളുകളെ ഇപ്പോൾ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. വെള്ളം കയറുമെന്ന ഒരു ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഏതായാലും എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിരപ്പള്ളിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് കരുതുന്നത്. ഏതായാലും വനമേഖലയിലായതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. വിശദാംശങ്ങൾ നൽകിയത് സുബി.